ഇന്നത്തെ റെസിപ്പി വാഴത്തണ്ടും പയറും കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വൻപയർ വേണം. അതൊരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ച് ഒന്ന് സോഫ്റ്റായി വരണം. ഒരു കൈപ്പിടി, അതായത് ഒരു 50 ഗ്രാമോളം വൻപയർ മതിയാവും നമുക്ക്. അതൊന്ന് 3 വിസിൽ വരുന്ന വരെ പ്രഷർ കുക്ക് ചെയ്ത് എടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് വാഴത്തണ്ടാണ്. വാഴത്തണ്ടിൻ്റെ പുറത്തുള്ള പോളയൊക്കെ നല്ലോണം കളഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗം നല്ല ഒരു കട്ടിയുള്ളൊരു ഭാഗം വരുന്ന വരയ്ക്ക് നമുക്കത് പൊളിച്ച് കളയേണ്ടതുണ്ട്. അതിൻ്റെ സെൻറ്റർ പാർട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് അതിൻ്റെ ഒരു ഷൈനിങ് ഉള്ള ഒരു ചെറിയൊരു സ്കിൻ അതിന് മുകളിലുണ്ടാവും. അപ്പോൾ അതും നമുക്കൊന്ന് പീൽ ചെയ്ത് കളയണം. ഇനി നമുക്ക് ഇതൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം. അപ്പം വട്ടത്തിൽ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ നാരിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടാവും. കുറച്ചൊരു എക്സ്ട്രാ ഫൈബർ അവിടെ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം അടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും. അപ്പോൾ കറയുള്ളൊരു സ്റ്റെം ആയതുകൊണ്ട് എപ്പോഴും കട്ട് ചെയ്ത ഉടനെ വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. ഒരു മീഡിയം സൈസ് സവോള നല്ല ഫൈനായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 2 ചെറിയ പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് ആഡ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഉള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴത്തണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വാഴത്തണ്ടിൽ നല്ലോണം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈബറിൻ്റെ ഒരു വലിയ സോഴ്സും കൂടിയാണ് വാഴത്തണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം തീരെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ വേറെ ഒരു മസാലപ്പൊടിയും ആഡ് ചെയ്തിട്ടില്ല. വളരെ ബ്ലാൻഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ വൻപയർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത്. നിങ്ങൾ ഉപ്പ് ചേർത്താണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ വാഴത്തണ്ട് ആഡ് ചെയ്ത ശേഷം വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഇതിൽ വളരെയധികം ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ മാനേജ്മെൻറ്റിനും വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചു. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. പയർ നമ്മൾ ഓൾറെഡി പ്രഷർ കുക്ക് ചെയ്തതാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെറും തണ്ട് വേവേണ്ട സമയം മാത്രമേ ഉള്ളൂ. അതും വളരെ നന്നായി സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ വാഴത്തണ്ട് കിട്ടുമ്പോൾ എല്ലാവരും
ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്.